ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കാനും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ലാലേട്ടൻ വല്ല കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കും റിവ്യൂ കൊടുത്തില്ല. നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലതെന്ന് തന്നെ പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കീറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസാണ് കാണിക്കുന്നത്? ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്ര പേര് ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം? കാര്യം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എങ്ങനെ ആയിക്കോട്ടെ, അതല്ല നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അത് ലാലേട്ടനല്ല, മമ്മൂക്കയല്ല, യാതൊരു നടനായിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല. എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരും ഉണ്ട്. എനിക്ക് ഇതിൽ എന്ന് എന്നെ പിടിച്ച് തള്ളിയതും എൻ്റെ ഡ്രസ്സ് വലിച്ച് കീറിയവന്മാരെല്ലാവരും എനിക്കറിയാനും ഒട്ടുമിക്ക അവന്മാരും എന്താ പറയുക, ഞാൻ ലാലേട്ടനെ എന്തെന്ന് കുറ്റം പറയാനാണ് ഇവിടെ വന്നത്? ഞാൻ ലാലേട്ടനെ കുറ്റം പറയാൻ ഞാൻ എത്ര തിയേറ്ററിൽ എത്ര പേര് ഓരോന്നും പടം ഇൻ്റർവെൽ ആവണതിന് മുമ്പായിട്ട് വന്നെന്ന് ലാലേട്ടനെ പടം കൊള്ളൂലെന്ന് എത്ര പേര് ഒന്ന് പറയാണ്. അവരെയൊക്കെ തേടി പിടിച്ച് അടിക്കാത്തത് ഞാനിവിടെ മര്യാദയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ അടിക്കാൻ വേണ്ട ആവശ്യം വന്നു. ഞാൻ എന്നില്ല അയാളെ പടം കൊള്ളൂലെന്ന് പറഞ്ഞാൽ, അയാൾ അഭിനയം കൊള്ളൂലെന്ന് പറഞ്ഞാൽ. മലയാളത്തിലൊരു മഹാനടനാണ് മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ. അവരെ പടം നമുക്ക് കൊള്ളൂലെങ്കിൽ നമ്മളെന്തിട്ട് പറയാം? ആ പടം മാത്രം പോരാ എന്ന് മാത്രം നമ്മൾ പറയുള്ളൂ. അല്ലെ അയാളെ നമ്മൾ കുറ്റമൊന്നും ചീത്തയൊന്നും നമ്മൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. എന്നും പറഞ്ഞിട്ട് ഒരു ഗുണ്ടായുസം കാണാൻ ഞാൻ എത്ര രൂപ മുടക്കിയെന്നറിയാമോ? ഞാൻ 3 ദിവസം കൊണ്ടാണ് ഞാൻ കോസ്റ്റ്യൂമെല്ലാം ഒപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ വന്നത്. ഞാൻ എന്നിട്ട് കോമാളത്തിന് കാണിക്കുന്നത് ഈ പറയുന്നവരെയൊക്കെ തറവാട് സ്വത്താണ് ഇത്, അല്ല എൻ്റെ തറവാട് സ്വത്തായത്. എനിക്ക് വസ്ത്രധാരണമായിട്ട് എനിക്ക് വന്നുകൂടി. എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ? വരാൻ പറ്റാത്ത കാര്യം എന്തിന്? എല്ലാവരും കൂടെ കാണിച്ച വേലകളാണ്. എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനാണല്ലോ. എനിക്ക് നിയമപരമായിട്ട് പോവാം. എന്താണ് നാളെ എനിക്ക് അവരെ മുഖത്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് പോകാത്തത്. ഇവർ സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും വിഷയമുണ്ട് എന്നെ പിടിച്ച് തള്ളിയതൊക്കെ. എനിക്ക് എനിക്ക് ഗ്യാസ് കൊടുത്തിട്ട് എനിക്ക് ആളെ കൊണ്ടുവന്ന് തിരിച്ചിറങ്ങുമ്പോൾ സംസാരിപ്പിക്കാറ്. കാര്യം ഇത്രയും ജനങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് അത് ചെയ്യണത്? ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവരിത് ചെയ്തിട്ട് ഇവർക്ക് എന്തിനാ ഇവർക്ക് വയറ് നിറഞ്ഞ എന്നെ പിടിച്ചിങ്ങനെ അറിയപ്പെടുത്തി ഇവർ വയറ് നിറഞ്ഞ ആ സമയത്ത് മീഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇവിടുത്തെ CCTV ക്യാമറയിലുണ്ട്, എൻ്റെ വിഷയമുണ്ട് എന്നെ പിടിച്ച് തള്ളിയത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാമെന്നുള്ളവരായിരുന്നാലും ശരി, എൻ്റെ സുഹൃത്തായിരുന്നാലും ശരി, എന്നെ അറിയാമെന്നുള്ളവരൊക്കെ നമ്മളിത് കഴിഞ്ഞ് തന്നെയാണ് വന്നത്. മനസ്സിലായില്ലേ? ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. എൻ്റെ വീടുകൾ എല്ലാവരും കാണും. എനിക്ക് 2 മക്കളുണ്ട്. പക്ഷേ ഇത് എൻ്റെ അടുത്ത് കാണിച്ചതേ മഹാപോകൃത്തെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ വ്യക്തിപരമായിട്ടും എനിക്കൊന്നും പറയാം. ഇതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ല, ഞാൻ പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും വന്ന് പടം കാണണം. അപ്പം ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മോഹൻലാലിനെ കുറ്റം പറയണമല്ല, ആരും കുറ്റം പറയണമല്ല. എത്ര തിയേറ്ററുകളിൽ എത്ര പേര് നെഗറ്റീവ് പറയണം? ലാലേട്ടൻ അന്ന് പടം ഇറങ്ങിയപ്പോൾ തന്നെ കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് എത്ര പേര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, എന്തെല്ലാം പറയുന്നു. ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് നമ്മളവരമാരെ ഡ്രസ്സും വലിച്ചു കീറി, അതും വലിച്ചു കീറി. എൻ്റെ ഡ്രസ്സിനുള്ള പൈസ ആര് തരും? ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ടാലാണ് ഞാൻ ഡ്രസ്സ് കൊണ്ടുവരണം? ഞാൻ വാടക എടുത്തത്. എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ തുണി എടുത്തുകൊണ്ട് വന്നത്. ഇതിന് ആര് സമ്മാനം പറയും? ഒരു പടം കൊള്ളാമോ ഇല്ലേ എന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്ന പ്രേക്ഷകരല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം പിടിച്ച് പറയിച്ച് നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ട് ആരും ബിൽഡപ്പ് ആവേണ്ട ആവശ്യമില്ല. എൻ്റെ സാധനങ്ങളെല്ലാം പോയി. എത്ര ഇപ്പം നഷ്ടം വന്നെന്ന് അറിയാമോ? എനിക്കൊരു 2000 രൂപ ആയിരുന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. എൻ്റെ മക്കൾ കഴിക്കേണ്ട പൈസയ്ക്ക് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. എന്നും പറഞ്ഞാൽ അവരെന്തൊരു വെറൈറ്റിയാണ് റിവ്യൂ എടുക്കാനെന്ന് പറയണത്. എൻ്റെ ആവശ്യം തോന്നുന്നു.